Dear students, welcome to another video lecture series of cost accounting. Now we are going to discuss about methods of costing. നമ്മൾ കോസ്റ്റ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്നുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം, അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാർഗം. കോസ്റ്റ് കണ്ടെത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളെയാണ് എന്ത് പറയുന്നത്? മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും കോസ്റ്റ് കണ്ടെത്തുന്നത്. അത് അതിൻ്റെ നേച്ചറിനനുസരിച്ചായിരിക്കാം. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ നേച്ചറിനനുസരിച്ചായിരിക്കാം വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ഫാം കോസ്റ്റിംഗ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് കോസ്റ്റ് നോക്കുക. കോസ്റ്റ് ആർ കളക്റ്റഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ സെപ്പറേറ്റ്ലി. അവിടെ എന്ത് ചെയ്യുന്നത്? ഓരോ വർക്കും ഓരോ ജോബിനെയും സെപ്പറേറ്റ് ആയി കണ്ടുകൊണ്ട് ഓരോ ജോബിൻ്റെയും ഓരോ വർക്കിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ്? ഓരോ കോസ്റ്റിനെയും അല്ലെങ്കിൽ ഓരോ ജോബിനെയും ഓരോ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓരോ ജോബും എന്താണ്? സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഓരോ ജോബും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓരോ ജോബും മറ്റൊരു ജോബിൽ നിന്ന് എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ജോബുകളായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പ്രിൻറ്റിംഗ് വർക്ക്, റിപ്പയർ ഷോപ്പ് വർക്ക്, ഫർണിച്ചർ മേക്കിംഗ്, ഇതെല്ലാം വ്യത്യസ്തമാണ്. ആളുകളുടെ ഓർഡറിനനുസരിച്ചായിരിക്കും ഈ വർക്ക് നടക്കുക. അപ്പോൾ അവർക്ക് ഉള്ള ഓർഡർ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അടുത്ത ആളുടെ ഓർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കും ഓരോ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജോബിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവരോട് ഇത്ര രൂപയാവും നിങ്ങളുടെ വർക്കിന് എന്ന് പറയുന്നത്. പ്രിൻറ്റിംഗ് വർക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാരേജ് ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുന്നത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് കാർഡുകളാണ് അടിക്കുക. ഒരാൾ ഡിസൈൻ അല്ലെങ്കിൽ ഒരാൾ ഡിസൈഡ് ചെയ്യപ്പെടുന്ന ഡിസൈനോ അതിൻ്റെ ലേ ഔട്ടോ ടെംപ്ലേറ്റുകളൊക്കെ വ്യത്യസ്തമായിരിക്കും അടുത്തൊരാൾ ഓർഡർ ചെയ്യുന്ന ഇൻവിറ്റേഷൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രിൻറ്റിംഗ് വർക്കുകൾ ഓരോ ഓർഡറിനനുസരിച്ച് ഓരോന്നിനും സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. റിപ്പയർ ഷോപ്പ്, ഒരു ബൈക്ക് റിപ്പയർ ചെയ്യാൻ പോകുന്ന റിപ്പയർ ഷോപ്പിലാണെങ്കിൽ ഓരോ ബൈക്കിനും പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ട് പ്രോബ്ലംസ് ആയിരിക്കും. ആ പ്രോബ്ലംസിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിൻ്റെ റിപ്പയർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണെന്ത്? ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ആക്ടിവിറ്റിയെയും ഓരോ ജോബായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. അതിനെല്ലാം ഒരു കോസ്റ്റ് യൂണിറ്റ്, ഒരു ജോബിന് ഒരു കോസ്റ്റ് യൂണിറ്റ്, ഓരോ ജോബും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ജോബിനും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ബാച്ച് കോസ്റ്റിംഗ്. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ പ്രൊഡക്ട്സ് ഓർ നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സ് പ്രോസസ്ഡ് ഓർ മാനുഫാക്ചർഡ് ഇൻ എ സിംഗിൾ ഗ്രൂപ്പ്. അതായത് ചെറിയ ഓർഡറുകളും അല്ലെങ്കിൽ ചെറിയ സിമിലർ ആയിട്ടുള്ള ഒരുപോലെയുള്ള വർക്കുകളും ഒന്നിച്ച് ചെയ്തൊരൊറ്റ സിംഗിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബാച്ച് കോസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത്. അക്കോർഡിംഗ് ടു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കോസ്റ്റഡ് സെപ്പറേറ്റ്ലി. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. എവിടെയൊക്കെയാണ്? സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, വാച്ച് മാനുഫാക്ചറിങ്, അവിടെയൊക്കെ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ്, ഫോർ എക്സാമ്പിൾ പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ്, ഒരു ഗ്രൂപ്പ് ബാച്ച് ഒന്നിച്ച് അല്ലെങ്കിൽ ഇത്ര സ്റ്റിപ്പ് ഒന്നിച്ചൊരൊറ്റ എന്ത് ചെയ്യുന്നതാണ്? കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിന് മാനുഫാക്ചറിങ് നടത്തുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, ഇന്ന സൈസിലുള്ള ഡ്രസ്സിൻ്റെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗ്രൂപ്പ്. ഓക്കെ, ആ രൂപത്തിലാണ് എന്ത്? കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇവിടെ നടക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ബാച്ചായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടക്കുന്നത്. കോസ്റ്റിങ്ങും അതുപോലെ തന്നെയാണ് എന്നുള്ളത്.
ദെൻ തേർഡ് വൺ കോൺട്രാക്ട് കോസ്റ്റ്. ഇത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വേർഡാണ് കോൺട്രാക്ട് കോസ്റ്റ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കോൺട്രാക്റ്റുകളും കൺസ്ട്രക്ഷൻ ടൈപ്പായിട്ടുള്ള ഇൻഡസ്ട്രീസ്, ബിൽഡിംഗ്, റോഡ്, ബ്രിഡ്ജസ്, ഡാം, ഇവിടെ എല്ലാം ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എവറി കോൺട്രാക്ട് ഈസ് എ ബിഗ് ജോബ്. ബിഗ് ജോബ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ലോങ്ങർ ടൈം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓരോ കോൺട്രാക്റ്റും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഒരു വീട്, നമ്മുടെ നിർമ്മിക്കപ്പെടുന്ന വീട് നമ്മുടെ ഇഷ്ടാനുസരണമുള്ള പ്ലാനും ഡിസൈനും വെച്ചിട്ടായിരിക്കും പക്ഷേ നമ്മുടെ വീട് തികച്ചും വ്യത്യസ്തമായിരിക്കും നമ്മുടെ അയൽവക്കത്തുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഉണ്ടാക്കുന്ന വീട് എന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വീടുകളായിരിക്കും. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കോൺട്രാക്റ്റ് പറയുന്നത് ഓരോന്നും എന്താണ്, വ്യത്യസ്തമായ കോൺട്രാക്റ്റുകളായിരിക്കും. അപ്പോൾ ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കോസ്റ്റ് ആർ കളക്റ്റഡ്, അക്യുമുലേറ്റഡ് ആൻഡ് അസർട്ടൈൻഡ്. ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് കളക്ട് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റ്. ഹിയർ കോസ്റ്റ് അസർട്ടൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തെ, മാനുഫാക്ചറിങ് യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ, അവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്, CP എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ടോട്ടൽ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനുള്ള കോസ്റ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേരുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് നോൺ ആസ് ഡിപ്പാർട്ട്മെൻറ്റൽ കോസ്റ്റിംഗ്. നെക്സ്റ്റ് ഈസ് പ്രോസസ് കോസ്റ്റ്. പ്രോസസ്, അപ്പോൾ നിങ്ങൾ ആ വാക്കൊന്ന് തന്നെ ശ്രദ്ധിക്കുക. പ്രോസസ് എന്ത് ചെയ്യുന്നത്, പല പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റോ മെറ്റീരിയൽ ഔട്ട്പുട്ടായിട്ട് ഫിനിഷ്ഡ് ഔട്ട്പുട്ടായി മാറുന്നതിന് മുമ്പ് രണ്ടോ അതിൽ കൂടുതലോ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസ് വെയർ പ്രൊഡക്ഷൻ ഈസ് ഓൺ മാസ് സ്കെയിൽ ആൻഡ് കണ്ടിന്യൂസ് ബേസ്. തുടർച്ചയായിട്ട് മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രീസിന് അവരുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, മാസ്സാണ്, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് പോയി. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോസസ്സ് എയിൽ നിന്ന് പ്രോസസ്സ് ബിയിലേക്കും, പ്രോസസ്സ് ബിയിൽ നിന്ന് പ്രോസസ്സ് സിയിലേക്കും, പ്രോസസ്സ് സിയിൽ നിന്ന് ഡിയിലേക്കോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് എന്നുള്ള രൂപത്തിലേക്കോ മാറുകയാണെങ്കിൽ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ആവുന്ന, അതായത് റോ മെറ്റീരിയൽ നിന്ന് ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ആവുന്നത് വരെയുള്ള വ്യത്യസ്തമായ പ്രോസസ്സുകൾ ഏതാണോ ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. റോ മെറ്റീരിയൽസ് ആർ പാസ്ഡ് ത്രൂ 2 or more ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ് ബിഫോർ കംപ്ലീഷൻ. അപ്പോൾ ഓരോ പ്രോസസ്സും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ് ഓർ ആവറേജ് കോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രോസസ്സിനും എന്താ പറയുക, സെപ്പറേറ്റ് അക്കൗണ്ട് ഉപയോഗിക്കും. ഇവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഷുഗർ ഇൻഡസ്ട്രീസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, റബ്ബർ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഓയിൽ റിഫൈനറീസ്, സോപ്പ്, പെയിൻറ്റ് തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രീസിലെല്ലാം എന്ത് ചെയ്യുന്നു, പ്രോസസ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റ്. സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റ് ശ്രദ്ധിക്കുക. വെൻ എ കമ്പനി പ്രൊഡ്യൂസസ് ഓൺലി വൺ പ്രൊഡക്റ്റ് ഓർ എ ഫ്യൂ ഗ്രേഡ്സ് ഓഫ് ദ സെയിം പ്രൊഡക്റ്റ്. കമ്പനി ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ വകഭേദങ്ങളോ ആണ് നിർമ്മിക്കപ്പെടുന്നത് എങ്കിൽ അവിടെ എന്താണ്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ മൈൻസ്, കോറീസ്, സിമെൻറ്റ് വർക്ക്സ്, ഇവിടെയൊക്കെ എന്താണ്, സിംഗിൾ പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മൈൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂ ഗ്രേഡ്സ്, മൈൻസ്, കോറീസിൽ വലിയ പാറക്കല്ലുകൾ, കരിങ്കല്ലുകൾ, പിന്നെ അതിൻ്റെ തന്നെ മെറ്റൽ, ചിപ്സ് തുടങ്ങിയുള്ള ഗ്രേഡ് ആയിട്ടുള്ള ഫ്യൂ ഗ്രേഡ് ആയിട്ടുള്ള ചെറിയ പ്രൊഡക്റ്റുകൾ. പക്ഷേ എന്താണ്, നാച്ചുറൽ അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സ് വരുന്നത് സെയിം ആണ്. അതുപോലെ സിമെൻ്റ് ആണെങ്കിലും സിമെൻറ്റ് വർക്ക്സ്, നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ട സിമെൻറ്റ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ്, പെയിൻറ്റിങ്, രണ്ട് സാധനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ എന്താ ഉപയോഗിക്കുന്നത്, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ യൂണിറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ, ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും ഭൂരിഭാഗവും ഉണ്ടായിരിക്കുക എന്നുള്ളത്. കോസ്റ്റ് ആർ കോസ്റ്റഡ് ആസ് എ സിംഗിൾ പ്രോസസ്, ഒറ്റ പ്രോസസ്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഇതിനെ സിംഗിൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്നും സിംഗിൾ കോസ്റ്റിംഗ് എന്നും ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നും പറയപ്പെടുന്നു എന്നുള്ളതാണ്. അനന്തർ വൺ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കാം, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പ്രധാനമായിട്ടും സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഏരിയകളായിട്ടുള്ള റെയിൽവേ,
സർവീസസ്, എയർവേസ്, ഹോസ്പിറ്റൽസ്, ഇലക്ട്രിസിറ്റി, ഇവിടെ എല്ലാം സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്തില്ല, ഫിനിഷ്ഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിക്കൽ ഗുഡ്സ് ഇല്ല എന്നുള്ളതാണ്. കാണാൻ കഴിയാത്ത ഇൻറ്റാഞ്ചിബിൾ ഗുഡ്സ് ആണ് അവിടെ എല്ലാം എന്ത് ചെയ്യുന്നത്, സെർവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. റെൻഡറിങ് സർവീസ് എന്നുള്ളതാണ്. അപ്പോൾ ദേ ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ ദേ ആർ എയിംസ് അറ്റ് അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് സർവീസ് ദേ റെൻഡേഡ്. അവർ റെൻഡർ ചെയ്യപ്പെട്ടുള്ള സർവീസിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത്. ഇതിനെ അതുകൊണ്ട് തന്നെ ആൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റിംഗ് എന്നും വിളിക്കപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്. ഇതോട് ഉപയോഗിക്കപ്പെടുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ടു ടോയ് മേക്കിംഗ്, ലെതർ, എഞ്ചിനീയറിംഗ് ഗുഡ്സ് എന്നിവയാണ്. അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഫിനിഷ് ആകുന്ന ഓപ്പറേഷൻസിലൂടെ കടന്നു പോയിട്ടാണ്. അപ്പോൾ അതിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ. മാനുഫാക്ചറിംഗ് യൂണിറ്റ് സബ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പാർട്സ്. ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് ഓപ്പറേഷൻ. ഓരോ പാർട്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേഷനായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ അലമര ഫോർ എക്സാമ്പിൾ പറയണം. ഒരു സ്റ്റീലിൻ്റെ അലമര ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം സ്റ്റീൽ കട്ട് ചെയ്ത് പാകത്തിനുള്ള അളവിന് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് വെക്കണം സ്റ്റീൽ ഷീറ്റ്. അതിനുശേഷം എന്ത് ചെയ്യണം, വെൽഡിങ്. അത് ഒരു വർക്കായി. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വെൽഡിങ്, ബോഡി വെൽഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഇനി വർക്ക് ഉണ്ടായിരിക്കാം, അതിൻ്റെ പെയിൻറ്റിങ് ഉണ്ടായിരിക്കാം, ഫിനിഷിങ് ഉണ്ടായിരിക്കാം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഓരോ ഓപ്പറേഷൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഓപ്പറേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് എവിടെ വരുന്നത്, ഓപ്പറേഷൻ കോസ്റ്റിങ്ങിൽ വരുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഡീറ്റെയിൽഡ് പ്രോസസ് കോസ്റ്റ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനാണ് എന്ത്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അനദർ വൺ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് നോക്ക്, അവിടെ എന്താണ് മൾട്ടിപ്പിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ടോ അതിൽ കൂടുതലോ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആർ അപ്ലൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി സെയിം പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടോ അതിൽ കൂടുതലോ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്നത്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അപ്പോൾ എന്തായിരിക്കും, ദിസ് ഈസ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്നും പറയുന്നത്. ഇതിനെ തന്നെ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസ് വെയർ ലാർജ് നമ്പർ ഓഫ് കോമ്പോണൻസ് ആർ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് അസംബിൾഡ് ടു ഫൈനൽ പ്രൊഡക്റ്റ്. അവിടെയാണ് എന്ത് സാധാരണ ഉപയോഗിക്കുന്നത്, ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രീസ് വെർ ലാർജ് നമ്പർ ഓഫ് കോമ്പണൻസ്, ഒരുപാട് കോമ്പണൻസ് ഉള്ള പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ കോമ്പണൻസും സെപ്പറേറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പിന്നെ അസംബിൾ ചെയ്യുന്നതിന് വേറെ രൂപത്തിലാകാം. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ബൈസൈക്കിൾ, റേഡിയോ മാനുഫാക്ചറിങ്, ടെലിവിഷൻ മാനുഫാക്ചറിങ്. അവിടെയൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ബാച്ച് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ യൂണിറ്റ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ബാച്ച് കോസ്റ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പാർട്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എല്ലാം കൺസിഡർ ചെയ്ത് അസംബിൾ ചെയ്തതിന് ശേഷം ഫിനിഷ്ഡ് ആയിട്ടുള്ള ബൈസൈക്കിൾ ഓർ റേഡിയോ ഓർ ടിവിയുടെ പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂണിറ്റ് കോസ്റ്റിങ്ങും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ദെൻ ലാസ്റ്റ് വൺ ഫാം കോസ്റ്റിംഗ്. ആ വാക്കിൽ തന്നെയുണ്ട് ഫാം, കൃഷിയുമായി ബന്ധപ്പെട്ട. ഇറ്റ് ഈസ് അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അപ്പോൾ വിത്ത് വാങ്ങി നമ്മൾ മണ്ണിലിട്ട് പാകി മുളപ്പിച്ച് വളമിട്ട് അതിന് മരുന്നുകളെല്ലാം കൊടുത്ത് കൃത്യമായിട്ട് വളർച്ച പരിപാലനം നടത്തി ഔട്ട്പുട്ട് കിട്ടി വരുമ്പോൾ എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫാം കോസ്റ്റിംഗ് ഉപയോഗിക്കപ്പെടുന്നത്. അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലാണ് സാധാരണയായിട്ട് ഫാം കോസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. കോസ്റ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മെറ്റീരിയൽ, അതിനുവേണ്ടി എത്ര മെറ്റീരിയൽ ഉപയോഗിച്ചു, ലേബർ എത്ര ഉപയോഗിച്ചു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് എത്ര വന്നു എന്നെല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് എന്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റ്. Okay, thank you. Have a nice day.